ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. അതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി ആയിട്ടുണ്ട്. അപേക്ഷിക്കാൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, യോഗ്യതയുണ്ടെങ്കിൽ അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. എന്തായാലും വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ച കാര്യം, അതായത് GD തസ്തികയിലേക്ക്, ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്ക് ഒരു വിജ്ഞാപനം ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാവിക് GDയിലേക്ക് ക്ഷണിച്ച ഒരു വിജ്ഞാപനമായിരുന്നു. അതിന്റെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് 13 ഫെബ്രുവരി 2024 മുതൽ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 27 ഫെബ്രുവരി 2024 ആണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ യോഗ്യതയുള്ള, താല്പര്യമുള്ള എല്ലാവരും അപേക്ഷിക്കുക. ഇതിന് പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള പുരുഷന്മാർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നാവിക് ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് +2 ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. +2 മാത്സ്, ഫിസിക്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ കീഴിൽ നിന്നൊക്കെ +2 എടുത്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അതും വാലിഡ് ആണ്. ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും വാലിഡ് ആണ്. അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഏജ് കണക്ക് നോക്കുകയാണെങ്കിൽ 1 സെപ്റ്റംബർ 2002-നും 31 ഓഗസ്റ്റ് 2006-നും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 5 വർഷത്തെ റിലാക്സേഷൻ SC/ST ഉദ്യോഗാർത്ഥികൾക്കും 3 വർഷത്തെ റിലാക്സേഷൻ OBC ഉദ്യോഗാർത്ഥികൾക്കും 22 വയസ്സിൽ നിന്ന് നൽകപ്പെടുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ കൃത്യമായി പറയുകയാണെങ്കിൽ OBC ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. SC/ST ഉദ്യോഗാർത്ഥികളാകുമ്പോൾ അവർക്ക് ഏകദേശം 27 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാനുള്ളത്. മുൻപ് ചെയ്ത വീഡിയോയിൽ ഇതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോകാം. സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യും. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതാൻ ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്തിട്ടാണ് അവിടെ കയറ്റുന്നത്. ബയോമെട്രിക് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ കൈയടയാളമൊക്കെ പരിശോധിക്കും, നിങ്ങൾ തന്നെയാണോ എന്ന് അറിയാനായിട്ട്. പിന്നെ എക്സാമിൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാറ്റേൺ. 2 ഘട്ടമായിട്ടാണ് എക്സാം നടക്കുന്നത്. അതായത് 2 സെക്ഷൻ ആയിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 60 മാർക്കിനാണ്. 45 മിനിറ്റിന് നടക്കും. 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, റീസണിങ്, GK തുടങ്ങിയതായിരിക്കും ഇവിടെ സിലബസ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ പാസിംഗ് മാർക്ക് ഇവിടെ പറയുന്നുണ്ട്. അതിൽ മുകളിൽ തന്നെ നിങ്ങൾ സ്കോർ ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു മാർക്ക് സ്കോർ ചെയ്താൽ സേഫ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അതിൻ്റെ മുകളിൽ തന്നെ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 10th ബേസിലുള്ള സിലബസ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരിക എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ സെക്ഷൻ 2ലേക്ക് വരികയാണെങ്കിൽ 50 മാർക്കിൻ്റെ ഒരു എക്സാം ആണ് നടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ മിനിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. അരമണിക്കൂറിൻ്റെ ഒരു എക്സാം ആണ്. ക്വസ്റ്റ്യൻസ് 50 തന്നെ ഉണ്ടാവും. മാത്സ് 25, ഫിസിക്സ് 25 എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. +2 ബേസിലാണ് ഈ ക്വസ്റ്റ്യൻസ് വരിക എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നോർമലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. പിന്നെ സ്റ്റേജ് 2ലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഫിസിക്കലാണ്. ഫിസിക്കലിൽ 1600 മീറ്റർ ഓട്ടം നിങ്ങൾ 7 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം. 20 സ്കോട്ട് ഉണ്ട്, 10 പുഷപ്സും ഉണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലും ഇങ്ങനെയാണ് ഒരു സ്റ്റേജ് കടന്നു പോകുന്നത്. സോ ഇതിന് അപ്ലൈ ചെയ്യേണ്ട കാര്യം നമ്മൾ പറഞ്ഞു. 13 ഫെബ്രുവരി മുതൽ 27 ഫെബ്രുവരി വരെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിന് അപേക്ഷിക്കാനായിട്ട് 300 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. SC/ST ഒഴികെയുള്ള ബാക്കി എല്ലാ സുഹൃത്തുക്കളും തീർച്ചയായിട്ടും 300 രൂപ അപേക്ഷാ ഫീസ് അടക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ ആദ്യഘട്ട സെലക്ഷൻ നടക്കുന്നത് ഏപ്രിൽ മാസം പകുതിയോട് കൂടിയോ അല്ലെങ്കിൽ അവസാനത്തോടു കൂടിയോ ആയിരിക്കും. രണ്ടാം ഘട്ട സെലക്ഷൻ മെയ് മാസം പകുതിയോട് കൂടിയോ അല്ലെങ്കിൽ അവസാനത്തോടു കൂടിയോ ആയിരിക്കും. അതുപോലെ അവസാനഘട്ട സെലക്ഷൻ നടക്കുന്നത് തുടക്കത്തിലോ അല്ലെങ്കിൽ എയർലിയോ അല്ലെങ്കിൽ മിഡോ, അതായത് തുടക്കത്തിലോ അല്ലെങ്കിൽ പകുതിയോട് കൂടിയോ ഒക്ടോബർ മാസത്തിലാണ് പറഞ്ഞിട്ടുള്ളത് 2024-ന്റെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെലക്ഷൻ്റെ ടൈം വരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡൊക്കെ വരുന്നത് നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എക്സാം എഴുതാനൊക്കെ പോകാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ എക്സാം സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ വെയിറ്റ്
അത് തീർച്ചയായിട്ടും പ്രൊപ്പോർഷനേറ്റ് ഹൈറ്റും അതുപോലെ ഏജിനുമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഹിയറിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.